സ്ക്രൂ ഡ്രൈവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ വീഡിയോയിലും എല്ലാവരും കമൻ്റ് ഇടുന്ന പോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ലെയ്ലാൻഡ് വണ്ടികൾ മാത്രം ചെയ്യുന്നു എന്നുള്ളൊരു കമൻറ്റ് അത് നമ്മൾ കേട്ട് നമ്മൾ പലരും വിളിച്ചു വരെ പറഞ്ഞു തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാറ്റയുടെ വണ്ടി ചെയ്യുമ്പോൾ ഒരു SC ലോറി ചെയ്യണം എന്നുള്ള ഒരാഗ്രഹത്തോടെയാണ് നമ്മൾ ഇതുവരെ നടന്നിരുന്നത്. അപ്പോൾ ടാറ്റ ഫാൻസിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി അന്വേഷിച്ച് നടന്നിട്ട് ഒരുപാട് നാളുകളായി. കുറേ ചെറിയ വണ്ടികളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായി. ടാറ്റയുടെ പിക്കപ്പ് അങ്ങനെയുള്ള ചെറിയ വണ്ടികൾ ഒരുപാട് നമ്മുടെ അടുത്ത് കോൾഡ് സ്റ്റാർട്ടിനുള്ള ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ടായി. നമുക്കെന്തോ ഒരു ആഗ്രഹമായിരുന്നു ടാറ്റ ഫാൻസിന് വേണ്ടിയിട്ട്. അതുപോലെ നമുക്കും ഇഷ്ടം തന്നെയാണ്. എങ്കിലും ടാറ്റ ഫാൻസിന് വേണ്ടിയിട്ട് ടാറ്റയുടെ ഒരു വണ്ടി ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നെറ്റിപ്പട്ടമുള്ള കേരള SC ലോറി ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് SC ലോറിയേക്കാളും വലിയ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപാട് പ്രായം കൂടിയ ടാറ്റയുടെയും ബെൻസിൻ്റെയൊക്കെ ഒരു മുതുമുത്തശ്ശനായ ഈ 312 എന്ന് പറയുന്ന വണ്ടി നമുക്ക് കിട്ടിയത്. ഈ ഒരു വണ്ടിയുടെ ബാക്ക് അറൗണ്ട് വ്യൂ നമുക്ക് ഏതായാലും ഒന്ന് കാണാം. ഈ ക്യാബിനൊക്കെ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തേക്കുന്നത് തടിയിലാണ്. അപ്പോൾ ആ തടിക്കും 60 വർഷത്തോളം പഴക്കമുള്ളതുകൊണ്ട് തന്നെ കുറേയൊക്കെ കുത്തിപ്പോയിട്ടുണ്ട്, കുറേയൊക്കെ ചെതലെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാബിനൊക്കെ ഒരു ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണുള്ളത്. അതിപ്പോൾ പറയാറുണ്ട് ഏകദേശം 2 വർഷത്തോളമായിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ടേക്കാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടതും കെട്ടി വലിച്ചാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഈ 2 ഉണ്ട ഹെഡ്ലൈറ്റും ആ ഒരു ഡബിൾ ഗ്ലാസും അതുപോലെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു എൻജിൻ റൂമും ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ മൂക്കൻ ലോറിയുടെ ഭംഗി വളരെ കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീല് ഈ വണ്ടിക്ക് നമുക്ക് തരാൻ സാധിക്കുന്നുണ്ട്. ഈ 2 വർഷമായിട്ട് ഈ കിടപ്പ് തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വീല് എന്തായാലും മണ്ണിൽ നല്ല രീതിയിൽ പൊതിഞ്ഞു പോയിട്ടുണ്ട്. അകത്തുനിന്നൊരു മരം വരെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എയർ ടാങ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് ബാറ്ററി കേസിങ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ എന്തുകൊണ്ടോ അത് ക്യാബിൻ്റെ അകത്താണ്. ആ കാഴ്ച നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് വണ്ടിയുടെ സൈലൻസറും വരുന്നത്. പിന്നെ പുറകിലേക്ക് വരികയാണ് ഈ തടിയിൽ ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള കുറേ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്തേക്കുന്ന തടിയിലാണ്, മുകളിൽ മെറ്റൽ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ക്യാബിനിലേക്ക് ഈ തടിയോ കാര്യങ്ങളോ ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെൻസിങ് ഗേജും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീലിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ ലോഗോയൊക്കെ. പിന്നെ ഈ ഇൻഡിക്കേറ്ററും പോർഷനും ഒക്കെ ഓൾറെഡി പൊട്ടിപ്പോയിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടി വർക്കുകളൊക്കെ ഇതിൽ നിന്ന് പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ജീർണിച്ച ഒരവസ്ഥയാണ് നമ്മളെ കാണിക്കുന്നത്. ബോഡി ഏതായാലും ഏകദേശം മുഴുവനായിട്ട് തന്നെ നശിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ഉള്ളത് ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റയുടെ വണ്ടി എന്ന് പറയുമ്പോൾ ബെൻസ് വണ്ടി എന്നാണ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടുകൊണ്ടിരുന്നത്. അതായത് നമ്മളൊരു ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള പഴയ ഡ്രൈവർമാരോടോ മെക്കാനിക്കുമാരോടോ ആരോട് ചോദിച്ചാലും അവരിതിനെ ബെൻസ് വണ്ടി എന്ന് വിളിക്കുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ബെൻസ് വണ്ടി എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം നമ്മുടെ തലമുറ ബെൻസ് വണ്ടി കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ആ മുതൽ, ഇതാണ് ടാറ്റയുടെ പക്കാ ബെൻസ് വണ്ടി. അതായത് 1954 മുതൽ 1969 വരെ 15 വർഷക്കാലം ടാറ്റയും മെഴ്സിഡസ് ബെൻസും കൂടെ ചേർന്നാണ് ഇന്ത്യയിൽ ഈ ലോറികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ട 1961 മോഡൽ LM312S എന്ന് പറയുന്നൊരു ലോറിയാണ് നമ്മളിന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വണ്ടി 12 തോന്നാൻ ചില കാരണങ്ങളുണ്ട്. അത് തീർത്തും ന്യായമായ സംശയങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഈ ഒരു ഡബിൾ ഗ്ലാസ് തന്നെയാണ്. നമുക്കറിയാം മെഴ്സിഡസ് ബെൻസിൻ്റെ വണ്ടികൾ ആദ്യം വന്നപ്പോൾ ഇന്ന് കാണുന്ന SC ലോറികളെ പോലെ തന്നെ സിംഗിൾ ഗ്ലാസ് ആയിരുന്നു വന്നത്. പക്ഷേ നമുക്ക് കിട്ടിയ അറിവ് പ്രകാരം ആദ്യത്തെ ഒരു വേർഷൻ, അതായത് ഏറ്റവും ആദ്യം 1954 വന്ന വണ്ടികൾ അഥവാ ആ ഒരു പീരീഡിൽ വന്ന വണ്ടികളിലാണ് സിംഗിൾ ഗ്ലാസ്. അതിനുശേഷം വന്ന മെഴ്സിഡസ് ബെൻസ്, അതായത് വേർഷൻ 2 എന്ന് അവർ തന്നെ വിളിക്കുന്ന വേർഷൻ 2 സെക്കൻഡ് സീരീസ് വണ്ടികളിൽ വന്നുകൊണ്ടിരുന്നത് ഇതേ ഡബിൾ ഗ്ലാസ് ആണ്. ഇതേ ഡിസൈൻ വെച്ചിട്ടാണ് ടാറ്റ പിന്നീട് 1210 വണ്ടികളും 1210D വണ്ടികളും ഒക്കെ നിർമ്മിച്ചത്. മറ്റൊരു പ്രധാന കാരണം ഈ ഒരു ടാറ്റയുടെ ലോഗോ ആണ്. മെഴ്സിഡസ് ബെൻസ് വണ്ടികളിൽ ഇവിടെ ആക്ച്വലി വന്നുകൊണ്ടിരുന്നത് ബെൻസിൻ്റെ ഒരു ലോഗോയും ഇവിടെ ഡീസൽ എന്നൊരു ചെറിയ എഴുത്തുമായിരുന്നു. ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ലോഗോ മിസ്സായപ്പോൾ ഇത് റീപ്ലേസ് ചെയ്തതായിരിക്കാം. പക്ഷേ ഇതാ നമുക്ക് മേളിൽ ആ ബെൻസിൻ്റെ ലോഗോ അതേപടി തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു ബെൻസിൻ്റെ ലോഗോ ആയിരുന്നു, അതും പക്ഷേ കാലക്രമേണ എപ്പോഴോ പോയി. പിന്നെ എല്ലാവർക്കും അറിയാം ഈ 2 ഉണ്ട ഹെഡ്ലൈറ്റുകൾ ആദ്യത്തെ കാലത്ത് കണ്ണുപോലെ മൂക്കൻ ലോറി എന്നാണ് നമ്മളിതിനെ സ്വാഭാവികമായിട്ട് പൊതുവെ വിളിക്കുന്നത്.
ഈ ഒരു നീണ്ട മൂക്ക് പോലത്തെ ഷേപ്പും പിന്നെ ഈ ഒരു 2 ഹെഡ്ലൈറ്റും കൂടി ആകുമ്പോൾ ശരിക്കും ഒരു മനുഷ്യ തലയോട്ടിയുടെ അതേ ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുന്നത്. എടുത്തു പറയാനുള്ളത് ഈ ഒരു ടോഹുക്കാണ്. അതായത് നമുക്കറിയാം ഇത് ഈ ഒരു ടാറ്റ വണ്ടികൾ മെയിനായിട്ട് ആർമി പർപ്പസിനും അതുപോലെ തന്നെ കൂപ്പിൽ തടിയിറക്കാനും അങ്ങനെയുള്ള ഹെവി ഡ്യൂട്ടികൾക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടീനെ ടോ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു വണ്ടി തന്നെ ചിലപ്പോൾ വലിക്കാതെ വന്നാൽ വേറെ വണ്ടി അതിനുള്ള എളുപ്പത്തിനാണ് മുമ്പിൽ തന്നെ ഈ ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഈ ഒരു ജഡ്ജ്മെൻറ്റ് പോസ്റ്റാണ്. നമ്മുടെ SC വണ്ടികളിൽ ആടുന്നൊരു കുറ്റി പോലെ കാണാറുണ്ട്. അതും ഈ ഒരു പോസ്റ്റിനും ഒരേ ഫംഗ്ഷനാണ്. നമുക്കറിയാം ഇവിടെ നോക്കിയാൽ കാണാം, ഡ്രൈവർ ക്യാബിൽ നിന്നും തള്ളിയാണ് പ്ലാറ്റ്ഫോം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു ഇടുങ്ങിയ വഴി കൂടെയാണ് വണ്ടി കയറി പോകുന്നതെങ്കിൽ ഈ ഒരു കുറ്റി തട്ടിയാൽ, അതായത് കുറ്റി സൈഡിലെ ഭിത്തിയിൽ എന്തെങ്കിലും തട്ടിയാൽ നമുക്ക് മനസ്സിലാവാം ഈ ഒരു വണ്ടി കയറി വരുമ്പോൾ ഇത് പ്ലാറ്റ്ഫോം സൈഡിലിടിച്ച് ജാം ആവുന്നു. അപ്പോൾ ഡ്രൈവർക്ക് എളുപ്പം തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോണറ്റ്. നമ്മുടെ പക്ഷിയുടെ ചിറകുള്ള 2 ബോണറ്റുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് തുറന്ന് ഇതിൻ്റെ എഞ്ചിൻ ബസ്സിലേക്ക് പോകാം. മെഴ്സിഡസ് ബെൻസിൻ്റെ 679 സീരീസിലുള്ള 6 സിലിണ്ടർ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ ഏകദേശം 4700 cc കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണിത്. ഈ എഞ്ചിനെ പറ്റി നമുക്ക് കിട്ടിയേക്കുന്ന അറിവുകളൊക്കെ പരിമിതമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ഒരു 60 വർഷം പഴക്കമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പണിതിട്ടുള്ള മെക്കാനിക്കുമാരൊക്കെ കുറവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും. ഇതിൻ്റെ സ്റ്റാർട്ടർ നമുക്കിവിടെ കാണാം. സ്റ്റാർട്ടറിന് കവറോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ, സ്റ്റാർട്ടർ ജാമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്കതായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. എന്തായാലും ഇതിൻ്റെ പാർട്സോ കാര്യങ്ങളോ ഒന്നും മിസ്സിങ് ഇല്ല. എല്ലാ പാർട്സും കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. നമുക്കറിയാം ഇത്തരം വണ്ടികൾക്ക് വരുന്ന എയർ ക്ലീനറാണ്. ഇതിനെ ഓയിൽ ബാത്ത് ടൈപ്പ് ഫിൽറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ. ഡീസൽ ഫിൽറ്ററിന് താഴെയായിട്ട് നമുക്ക് വണ്ടിയുടെ ഫ്യൂവൽ പമ്പ് കാണാം. തൊട്ടടുത്ത് ലിഫ്റ്റ് പമ്പ് ഉണ്ട്. ഈ കാണുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സ് ആണ്. റൊട്ടേറ്റിംഗ് സ്ക്രൂ ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇത് ഓയിൽ ഫിൽറ്ററാണ്. റേഡിയേറ്റർ ഫാനുണ്ട്. അതുപോലെ മുകളിൽ കാണുന്ന ഈ ഒരു പോർഷനിലൂടെയാണ് റേഡിയേറ്ററിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുന്നത്. അതിനൊരു ക്യാപ്പൊക്കെ വരുന്നതാണ്, അതൊന്നും ഇവിടെ കാണാനില്ല. നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ പോർഷനൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കാരണം ഇനി അത് എത്ര പേർക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയില്ല, എത്ര പേര് ഇതുവരെ കണ്ടിട്ടുണ്ടെന്നും നമുക്കറിയില്ല. ബെഞ്ച് ടൈപ്പ് സീറ്റുകളൊക്കെയാണ് വരുന്നത്. അകത്തെ വർക്കൊക്കെ ആ പഴമയുടെ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് വലിയ കാര്യമായിട്ട് നാശമൊന്നും വന്നിട്ടില്ല. ഒരു പടിപടിയായിട്ടുള്ള ഗിയർ ലിവർ കാണാം. ഈ വണ്ടിക്ക് വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതുപോലെ റൈറ്റ് സൈഡ് ഗ്ലാസിൻ്റെ മിഡ് പോർഷനിലായിട്ടാണ് സ്റ്റിയറിംഗ് വരുന്നത്. നമുക്കറിയാം പഴയ വണ്ടികൾ തടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ 2 പേര് ചേർന്നൊക്കെയാണ് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടിരുന്നത്. മീറ്റർ കാര്യങ്ങളൊക്കെ ഏതായാലും മെഴ്സിഡസ് ബെൻസിൻ്റെ അല്ല, കാരണം അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാ ടാറ്റ വണ്ടികൾക്ക് കാണുന്ന കൂട്ട് മീറ്ററൊക്കെയാണ്. ഇതിൻ്റെ ആക്സിലേറ്റർ പെഡൽ, അതുപോലെ ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്. ഇതിൽ ഈ ബ്രേക്ക് പെഡൽ കംപ്ലൈൻ്റ് ഉണ്ട്. അതാണ് നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്തപ്പോഴത്തേക്കും തന്നെ അത് താഴോട്ട് പോയിരുന്നിട്ട് പിന്നെ അത് റിട്ടേൺ വരുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാം ഈ ഒരു ആക്സിലേറ്റർ പെഡൽ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പലരും ടാറ്റ വണ്ടികളിൽ കയറിയിട്ട് അതിൻ്റെ സ്റ്റോപ്പർ ലിവർ എവിടെയാണെന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോപ്പർ ശരിക്കും ഈ ആക്സിലേറ്റർ തന്നെയാണ്. അതായത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ആവുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതുപോലെ ഇങ്ങനെ അതൊക്കെ മുകളിലേക്ക് വലിക്കുമ്പോഴത്തേക്കും ഈ വണ്ടി സ്റ്റോപ്പ് ആവും. ഈ ആക്സിലേറ്റർ പെഡലിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റോപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വാക്ക് അറൗണ്ടിൽ വണ്ടിയുടെ ബാറ്ററി കേസിംഗ് ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ ബാറ്ററി പ്ലേസ് ചെയ്യുന്നത് ഇതുപോലെ ക്യാബിനിൽ സീറ്റിൻ്റെ അടിയിലായിട്ടാണ്. വണ്ടി 12 വോൾട്ട് വണ്ടിയാണ്. ടെർമിനൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ടെർമിനൽസിൽ ഒരു എക്സ്റ്റൻഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ചെറിയ ബാറ്ററി വെച്ച് അത് പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് 2 ബാറ്ററി. അതാണ് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ടെർമിനൽസ് ഒന്നും നശിച്ചു പോയിട്ടില്ല, എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വലിയ സ്ഥലമൊന്നുമില്ല, ഒതുങ്ങിയ ക്യാബിനാണ്. മുക്കൻ ലോറി ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊന്നും ക്യാബിനായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഹീറ്റൊക്കെ ആക്കി കാര്യങ്ങളൊന്നും ക്യാബിനെ ബാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ മേളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്.
ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ ഈ സീറ്റിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് പോലെയുണ്ട്. ഇതിപ്പോൾ നമ്മൾ മറിച്ചാണ് സീറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്ക്രൂ ഡ്രൈവേഴ്സിൻ്റെ ടാറ്റ മേഴ്സിഡസ് ബെൻസ് കോൾഡ് സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. എടാ മോനെ, ഓയിൽ ഇല്ലല്ലോടാ. ഓയിൽ വേണമെങ്കിൽ ഇച്ചിരി എടുത്തു. ഇവിടെയാണ് എൻ്റെ ഓയിൽ ഒഴിക്കുന്നത്. ഇവിടെ ഓയിൽ ഒഴിക്കേണ്ട. ഒഴിച്ചോ? ഇങ്ങോട്ട് വരണമെങ്കിൽ നീലൊക്കെ എന്നാ സ്ഥലത്തോടാ? അല്ല, മറ്റേ ഒന്നിൻ്റെ സ്ഥലത്തോടാ. നമ്മൾ വെള്ളമൊഴിക്കൽ മഹാമഹമാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ മിസ്സാവാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. നീ ഏതാ ഡീസൽ കിട്ടിയത്? ചെങ്ങലേക്ക് കിട്ടാന്ന് വെച്ചേക്കുന്നു. ഇത് വരുന്നില്ല ഗൈസ്. ഇച്ചിരി താഴത്തേക്കകത്ത് പയ്യത്തിരിക്കാതെ തന്നെ. ഡീസലല്ലേ? ഡീസലുണ്ട്, ഡീസൽ. പ്രഷറാടാ. ഈ ഒരടിയും അടിക്കാൻ പറ്റും നോക്ക്. പമ്പ് നല്ല ലോഡാണ്. മതി മതി മതി, ടൈറ്റ് ചെയ്തോ, ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്യണേ താഴെ അതില്ല, അങ്ങനെ മാറും. അപ്പുറം അതാ നമ്മൾ ഈ ടെർമിനൽസൊക്കെ ചിരണ്ടി വൃത്തിയാക്കുമ്പോൾ നമുക്കത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ടെർമിനൽസ് നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ചിരണ്ടാൻ ശ്രദ്ധിക്കുക. ക്ലാവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രോപ്പർ കണക്ഷൻ വരില്ല. അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും സമയം എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ചിരണ്ടി അതിനകത്ത് ക്ലാവ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ കളയാൻ ശ്രമിക്കുന്നത്. അതുപോലെ ബാറ്ററി ടൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ബാറ്ററി നമുക്ക് വണ്ടിയുടെ ആ ടെർമിനൽസ് ലൂസ് ചെയ്തിട്ട് ബാറ്ററിയുടെ ടെർമിനലിലേക്ക് അത് ഇറക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം അതായിരിക്കും. കാരണം നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് പക്ഷേ ഈ ടെർമിനൽസ് നമുക്ക് അഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഹാമർ വെച്ച് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ടെർമിനൽസ് പോകും. അങ്ങനെ പോയാൽ തന്നെ ആ ബാറ്ററിക്ക് വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അഴിച്ചിട്ട് ആ ടെർമിനൽസിലേക്ക് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും സേഫ് അതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ തന്നെ ഒരിക്കലും ഇത് ഓവർ ടൈറ്റും ആകരുത്, ഓവർ ലൂസും ആവരുത്. കാരണം ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടെർമിനൽസ് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ലൂസാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ ആ ടെർമിനൽസ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു മീഡിയം ടൈറ്റിൽ നമ്മളത് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈറ്റ് വെക്കണ്ടടാ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ ജാമായിട്ടിരിക്കുകയാണ്.
അത് കണക്ഷൻ കൊടുത്തിട്ടും കറങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഹാമർ വെച്ച് പയ്യെ ഒന്ന് തട്ടി കൊടുക്കാം. കാരണം അതിൻ്റെ ആർമേച്ചറിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് ക്ലാവോ എന്തെങ്കിലും ഒരു ജാം ആയതാണെങ്കിൽ ഇങ്ങനെ തട്ടുമ്പോൾ റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. നീ കാലെടുത്തോണം. കാലെടുത്താ പകലുണ്ടോ? ഇതിപ്പോൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി അറിഞ്ഞിട്ടില്ല. പുള്ളി രാവിലെ ഇവിടെ മറ്റേ റബ്ബർ എടുക്കാനും കൂപ്പിൽ തടി പിടിക്കാനും ഒക്കെ പോണ പോലെ സ്റ്റാർട്ടായിട്ട് നിൽപ്പുണ്ട്. വൈപ്പർ ഇപ്പോഴും നല്ല കണ്ടീഷനാണ് ഇതിന്. ഗൈസ്, നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്രേക്ക് എൻഗേജായിട്ട് ഇരുന്നിട്ട് പിന്നെ അത് റിട്ടേൺ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇവിടെ വേറെ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓടിച്ച് നോക്കൽ കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബെൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. 19 വർഷം പഴക്കമുള്ള, സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരുടെ പ്രായമുണ്ട് ഈ വണ്ടിക്ക്. ആ വണ്ടി സ്റ്റാർട്ടാവുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ വണ്ടി കൂളായിട്ട് നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടിക്കാണ്. നിങ്ങൾ കണ്ടു എത്ര പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായിരുന്നു. ഇന്നത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് ഇങ്ങനൊരു വണ്ടി ചിലപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ സാധിക്കുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 59 വർഷം മുമ്പ് നിർമ്മിച്ചേക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ 59 വർഷം മുൻപ് ഇത്രയും അധികം ക്വാളിറ്റിയോടുകൂടി ഈ ഒരു വണ്ടി നിർമ്മിച്ച ഈ ഒരു എഞ്ചിനീയർമാർക്ക്, അല്ലെങ്കിൽ അതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും, അതോടൊപ്പം അത് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിച്ച ടാറ്റയ്ക്ക്, അതിനൊപ്പം നിന്ന മെഴ്സിഡസ് ബെൻസിന് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കിടിലൻ കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.